പരിശുദ്ധമാകുന്ന ഖുർആനിൽ ഡാമിന്റെ കഥ പറയുന്നുണ്ട്. സൂറത്ത് സബ അറിയോ? പരിശുദ്ധമാകുന്ന ഖുർആൻ ഡാം തകർന്ന കഥ പറയുന്നുണ്ട്. മുല്ലപ്പെരിയാർ തകർന്ന കഥയല്ല പറയുന്നത്. സൂറത്ത് സബയിൽ കാണാം, സർവഗോത്രക്കാർ യമനിലെ സർവഗോത്രക്കാർ ഒരു ഡാം പണിതു. രാജാവ് ഡാം പണിതു. ആ ഡാം എങ്ങനെയാണ് തകർന്നതെന്ന് അറിയുമോ? പരിശുദ്ധമാകുന്ന ഖുർആനിൽ കാണാം, സർവഗോത്രക്കാർ താമസിക്കുന്ന യമന്റെ പ്രദേശത്ത് അവർക്ക് ജന്നത്താനിന്റെ തോട്ടങ്ങളുണ്ട്. നല്ല സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ ഇടതൂർന്ന ഫലങ്ങളുള്ള തോട്ടങ്ങളുണ്ട്. ഡാമിന്റെ അരികിലായി രണ്ട് സൈഡിലായി രണ്ട് തോട്ടങ്ങളാണ്, ഉദ്യാനങ്ങളാണ്. ആ തോട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ആ തോട്ടത്തിന്റെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് ഒരു മനുഷ്യൻ കൊട്ടയുമായി നടന്നു പോയാൽ ആ കൊട്ടയിൽ നിറയുമായിരുന്നു. പറിച്ചുവെണ്ട അത്രത്തോളം ഇടതൂർന്ന ഫലങ്ങളുള്ള തോട്ടങ്ങളാണ്. അവസാനം സഹോദരന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്ത് ലഭിച്ചപ്പോ അവരെന്ത് ചെയ്തെന്നറിയുമോ? അവർ അല്ലാഹുവിനെ ധിക്കരിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്നും പിന്തിരിഞ്ഞു പോയി. ചിന്തിക്കണം, നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ സമയമില്ല. ദിക്ർ ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, നമസ്കരിക്കാനും സുന്നത്ത് നമസ്കരിക്കാനും സമയമില്ല. കേവലം ഫർദിലൂടെയാണ്. എത്ര പേരാണ് നബിയുടെ സുന്നത്താകുന്ന തൊപ്പി ധരിച്ച ആളുകള്, സുന്നത്താകുന്ന രീതിയിൽ തലമുടി മറക്കുന്ന ആളുകള്, സുന്നത്താകുന്ന രീതിയിൽ തിലകം വെട്ടുന്ന ആളുകള്, സുന്നത്താകുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ആളുകള്. പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്, പരിശുദ്ധമാകുന്ന വെള്ളിയാഴ്ച വെള്ളവസ്ത്രം ധരിക്കൽ സുന്നത്താണ്. എത്ര പേര് ധരിച്ചിട്ടുണ്ട്? ആ സുന്നത്തിൽ നിന്നൊക്കെ അവര് പിന്തിരിഞ്ഞു പോയപ്പോ അല്ലാഹു തആല ഫഅർസല അലൈഹിം സയ്യിദുൽ അലിം എന്ന് പറഞ്ഞാൽ ഡാമിനെ അല്ലാഹു തആല തകർത്തുകൊണ്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞെന്ന് പരിശുദ്ധമാകുന്ന ഖുർആൻ. സഹോദരങ്ങളെ, ഓർക്കണം, പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കണം. ആ ഡാമിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ? അല്ലാഹു തആല മാറാകട്ടെ.